ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മറ്റെല്ലാ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്കാണ് നമുക്കറിയാം. ഭരണഘടനയുടെ സിലബസിൽ ഭരണഘടനാ നിർമ്മാണ സമിതി മുതൽ പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ വരെയുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: വിച്ച് വാസ് ദി എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക് ഓൺ 26 January 1950? Option A sovereign socialist secular democratic republic. Option B, a sovereign secular democratic republic. Option C, a democratic republic. Option D, a sovereign democratic republic. ഇവിടെ ഒരു ഉത്തരമേ ശരിയുള്ളൂ. ചോദ്യം എന്താണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ സ്റ്റാറ്റസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ശരി ഉത്തരം സിമ്പിൾ ആയിട്ട് പറയാം. കാരണം നമ്മളെല്ലാം 42ാം ഭേദഗതി അല്ലെ, അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കുന്ന കാര്യമാണ് ദ ഐഡിയ ഓഫ് സോഷ്യലിസം, സെക്കുലാറിസം ആൻഡ് ഇന്റഗ്രിറ്റി അല്ലെ. സോഷ്യലിസം, സെക്കുലാറിസം, ഇന്റഗ്രിറ്റി എന്നിങ്ങനെ 3 വാക്കുകൾ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ശരി ഉത്തരം. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, അപ്പോ സോഷ്യലിസം, സെക്കുലാറിസം എന്നീ ആശയങ്ങളൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ 49 നവംബർ 26 ആണ്. ഈ നവംബർ 26 ആണ് നമ്മുടെ ഭാരതത്തിൽ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ നിയമദിനം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ, അല്ലെങ്കിൽ നാഷണൽ ലോ ഡേ ആയിട്ടൊക്കെ ആചരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 950 ജനുവരി 24 ഭരണഘടനയിൽ ഒപ്പുവെച്ചു. എന്നാൽ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 254. നമ്മൾ പറഞ്ഞു 254. ആകെയുള്ള എത്ര പേരുണ്ട്? സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 299. 299. അതിൽ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണമാണ് 254. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 950 ജനുവരി മാസം 26. 950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 950 ജനുവരി മാസം 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നു. കാരണമൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ജനുവരി 26 തന്നെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം വേറൊന്നുമല്ല, 929 ലാഹോർ സെഷൻ ഓഫ് INC, ലാഹോർ സമ്മേളനം അല്ലെ. ജനുവരി മാസം 26 എന്തുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ചരിത്രപരമായ വസ്തുതയുണ്ട്. എന്താണ് വസ്തുത? 929 ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം നമ്മൾ 930 ജനുവരി മാസം 26 പൂർണ്ണ സ്വരാജ് ദിവസമായിട്ടും സ്വാതന്ത്ര്യ ദിനമായിട്ടും ആചരിച്ചു. അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ എന്തായിട്ട് ആചരിച്ചത്? റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കാൻ കാരണം അല്ലേ. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അല്ലെ 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുകൾ, പട്ടികകളും 22 പാർട്ടുകളുമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 25 പാർട്ടുകളും പിന്നെ 12 ഷെഡ്യൂൾസ്, പട്ടികകളും 500ഓളം അനുച്ഛേദങ്ങളും ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ആരംഭിക്കുമ്പോൾ 395 ആർട്ടിക്കിൾസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഈ സോഷ്യലിസം, മതേതരത്വം എന്ന ആശയങ്ങളൊന്നുമില്ല. സോഷ്യലിസം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയാണ് 976. നമുക്കറിയാം പ്രിയാമ്പിൾ പ്രകാരം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്താണെന്ന് പ്രിയാമ്പിൾ പറയും. ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. എന്നാൽ 950 ജനുവരി 26 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതായിരുന്നു ഇവിടുത്തെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? 950 ജനുവരി 26 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്തായിരുന്നു? ശരി ഉത്തരം സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 919 മൊണ്ടേഗു ചെംസോഡ് നിയമത്തെ സംബന്ധിച്ചത്. 1, പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. 2, ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. 3, പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായി. മുകൾ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് അല്ലെ. പെട്ടെന്ന് നോക്കിക്കേ. 1, പ്രവിശ്യകൾ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു, ശരിയാണ് അല്ലെ.
പ്രസ്താവനയിൽ ശരിയാണ്. കാരണം ഡയാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? ദ്വിഭരണം. പ്രവിശ്യകളിൽ ആദ്യമായി ദ്വിഭരണം നടപ്പിലാക്കിയ നിയമമാണ് ഏത്? മൊണ്ടേഗു ചെംസൂഡ് റിഫോംസ് അല്ലേ? ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. ശരി ഉത്തരമാണ്. ബൈ ക്യാമറൽ സിസ്റ്റം എന്ന് പറയും. ദ്വിമണ്ഡല ഭരണ സംവിധാനം, ബൈ ക്യാമറൽ സിസ്റ്റം അവതരിപ്പിച്ചത് ഈ നിയമപ്രകാരമാണ്. മൂന്നാമത്തത് പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി. തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ 1, 2 പ്രസ്താവനകൾ ശരിയാണ് അല്ലേ? പബ്ലിക് സർവീസ് കമ്മീഷൻ ഒക്കെ നടപ്പിലാക്കിയ നിയമം 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമുക്കറിയാം. അപ്പോൾ 1, 2 ഓപ്ഷൻ ബി ഇവിടുത്തെ ശരി ഉത്തരം അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നോക്കുക. ഉപയോഗിക്കപ്പെടാതെയും വാഴ്ത്തപ്പെടാതെയും കൊന്നും ചത്തും അവസാനിപ്പിച്ചത് എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിന്? മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ ഈ സ്നിപ് ടൂളിന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചില ചോദ്യങ്ങൾ അല്ലാതെ വയ്ക്കുന്നത്. ഉപയോഗിക്കപ്പെടാതെയും വാഴ്ത്തപ്പെടാതെയും കൊന്നും ചത്തും അവസാനിപ്പിച്ചത് എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഉപയോഗിക്കപ്പെടാതെയും വാഴ്ത്തപ്പെടാതെയും കൊന്നും ചത്തും അവസാനിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെ? കമന്റ് ചെയ്യാമോ? ഓപ്ഷൻ എ മൗലികമായ സ്വത്തവകാശം, ഓപ്ഷൻ ബി ഹിന്ദു കോഡ് ബിൽ, ഓപ്ഷൻ സി മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32. 4 ഓപ്ഷനുകളാണ്. ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. കമന്റ് ചെയ്യാമോ? ഉത്തരം മറക്കരുത്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32 അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹിന്ദു കോഡ് ബിൽ. ഹിന്ദു കോഡ് ബിൽ അല്ലേ? നമുക്കെല്ലാം അറിയാം ഡോക്ടർ BR അംബേദ്കർ നിയമനിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് ഹിന്ദു കോഡ് ബിൽ. ദ ഹിന്ദു കോഡ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓൺ 7th April 1947 and was referred by a selected committee on 9th April 1948. After 4 years of deliberations, it remained conclusive. 947 അവതരിപ്പിച്ച ബില്ല് 48 പാർലമെന്റ് പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചെങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷവും ഈ ബില്ല് പാസ്സാക്കാൻ ഏത് ബില്ലാണ്? ഹിന്ദു കോഡ് ബിൽ. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള ഒരു ബില്ലായിരുന്നു ഹിന്ദു കോഡ് ബിൽ. ഇത് പാസ്സാക്കാത്തതിൽ മനംനൊന്ത് BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ അദ്ദേഹം പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയതാണ് ഈ ബില്ല് പാസ്സാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ കിൽഡ് ആൻഡ് ഡൈഡ് അൺയൂസ്ഡ് ആൻഡ് അൺസൺ, കിൽഡ് ആൻഡ് ഡൈഡ് അൺയൂസ്ഡ് ആൻഡ് അൺസൺ, ഉപയോഗിക്കപ്പെടാതെയും വാഴ്ത്തപ്പെടാതെയും കൊന്നും ചത്തും അവസാനിപ്പിച്ചതാണ് ഈ ബില്ല് എന്ന് BR അംബേദ്കർ വികാര നിർഭരനായി അഭിപ്രായപ്പെട്ടത് ഹിന്ദു കോഡ് ബില്ലിനെ കുറിച്ചാണ് അല്ലെ? ഇദ്ദേഹം BR അംബേദ്കർ റിസൈൻഡ് ഫ്രം ദി ക്യാബിനറ്റ് ഓൺ 27th September 1951. 1951 സെപ്റ്റംബർ 27 അംബേദ്കർ രാജിവെച്ചു എന്ന കാര്യവും ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? ഓപ്ഷൻ എ PN റാവു, ഓപ്ഷൻ ബി N മാധവറാവു, ഓപ്ഷൻ സി KM മുൻഷി, ഓപ്ഷൻ ഡി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. നമുക്ക് ശരി ഉത്തരം കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഏതാണ്? ഓപ്ഷൻ എ PN റാവു ആണ് അംഗമല്ലാത്തത്. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത് അല്ലേ? 22 കമ്മിറ്റികൾ ഭരണഘടനാ നിർമ്മാണ സമിതി നിയോഗിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച ഡേറ്റ് 947 ഓഗസ്റ്റ് 29 ആണ്. കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാ? നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. എന്നാൽ അംഗങ്ങളായവരുടെ എണ്ണം 9. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ? 7 അംഗങ്ങളുണ്ട്. അതിൽ ഒരാൾ രാജിവെച്ചു, ഒരാൾ അന്തരിച്ചു, പകരം 2 പേര് വന്നു. അതുകൊണ്ട് അംഗങ്ങളായവരുടെ എണ്ണം 9, അംഗങ്ങളുടെ എണ്ണം 7. മറക്കരുത്. അംഗങ്ങൾ: 1 ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ, പിന്നെ KM മുൻഷി, 3 മുഹമ്മദ് സാദുള്ള. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മുസൽമാൻ ആര്? ഉത്തരം മുഹമ്മദ് സാദുള്ള. മുഹമ്മദ് സാദുള്ള. പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, BL മിത്ര രാജിവെച്ച് പകരം വന്നത് N മാധവറാവു. DP ഖൈത്താൻ അന്തരിച്ചു. 948 ഇദ്ദേഹത്തിന്റെ മരണശേഷം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് TT കൃഷ്ണമാചാരി. അങ്ങനെ ആകെ 7 അംഗങ്ങൾ. അംഗങ്ങളായവർ 9. അപ്പോൾ ചോദിക്കാം, DP ഖൈത്താൻ അന്തരിച്ചതിനെ തുടർന്ന് അംഗമായത് ആരാണ്? TT കൃഷ്ണമാചാരി. എന്നാൽ BL മിത്തൽ മരണപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്ന് അംഗമായ അംഗം N മാധവറാവു. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്ന വ്യക്തി ആര്? വീണ്ടും ഈ കരട് രൂപം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ട, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന വ്യക്തി ആരെന്നാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, N മാധവറാവു, അനി ബെസന്റ്. സിമ്പിൾ ആയിട്ട് അറിയാമല്ലോ. നെഹ്റു ഒന്നുമില്ല, പട്ടേൽ ഇല്ല, അനി ബെസന്റ് തീരെ ഇല്ല. ആരാണ്?
എൻ മാധവറാവു. എൻ മാധവറാവു. നമ്മൾ പറഞ്ഞു ആർക്ക് പകരം വന്ന വ്യക്തിയാണ് എൻ മാധവറാവു? ആരാണ്? ബി എൽ മിത്തർ. ബി എൽ മിത്തർ മരണപ്പെട്ടപ്പോൾ രാജിവെച്ചപ്പോൾ പകരം വന്ന വ്യക്തിയാണ് എൻ മാധവറാവു. അപ്പോൾ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന വനിത. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന വനിത ആര്? ഓപ്ഷൻ എ ദുർഗാഭായ് ദേശ്മുഖ്, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇവരെല്ലാവരും. ആരാണ് ശരി ഉത്തരം? എന്താണ്? ഇവരെല്ലാവരും ആണ് ശരി ഉത്തരം അല്ലേ? അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമുക്കറിയാം ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. മലയാളി വനിതകൾ 3. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 15. ഈ നമ്പർ മറന്നു പോകരുത്. 9 ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ, 17 ആകെ വനിതകളുടെ എണ്ണം, 3 മലയാളി വനിതകളുടെ എണ്ണം, 15 ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം. അപ്പൊ ഈ നമ്പർ ഒന്ന് നിങ്ങൾ മറന്നു പോകാതെ ഓർത്തു വെക്കണം അല്ലേ? അപ്പൊ 15 വനിതകളാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്നത്. ആരൊക്കെ നോക്കുക? ഒന്ന് അമ്മു സ്വാമിനാഥൻ, പിന്നെ അനി മസ്ക്രിൻ, പിന്നെ ദാക്ഷായണി വേലായുധൻ, പിന്നെയോ ബീഗം ഐസാസ് റസൂൽ, പിന്നെ ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, ഹൻസ മേത്ത, പിന്നെയോ കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ. പിന്നീട് ഇന്ത്യയുടെ ആരോഗ്യമന്ത്രിയായിട്ടൊക്കെ മാറിയ വ്യക്തിയാണ് രാജ്കുമാരി അമൃത് കൗർ. പിന്നെ സരോജിനി നായിഡു നമുക്കറിയാം, സുജേത കൃപലാനി കേട്ടിട്ടുണ്ട്, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇത്രയും പേരാണ് വനിതകൾ കേട്ടോ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകൾ ആരെല്ലാം ഒന്ന് പഠിച്ചു വെക്കണേ. ഒന്ന് പേരിപ്പെട്ട അമ്മു സ്വാമിനാഥൻ നമുക്ക് അറിയാം, അനി മസ്കറിന് അറിയാം, ദാക്ഷായണി വേലായുധൻ അറിയാം, 3 മലയാളികളാണ്. പിന്നെയോ ബീഗം ഐസാസ് റസൂൽ, ഈ പേര് ഓർത്തു വെക്കണം, ബീഗം ഐസാസ് റസൂൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. പിന്നെ ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത. ഹൻസ മേത്തയുടെ പ്രത്യേകത, ഈ ഹൻസ മേത്തയാണ് ഇന്ത്യയുടെ ദേശീയ പതാക സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വെച്ച് അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദിന് ഔദ്യോഗികമായി കൈമാറുമ്പോൾ ഞാൻ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീത്വത്തെയും പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പതാക കൈമാറിയത്. അപ്പോൾ ഹൻസ ജീവരാജ് മേത്ത ഒരു അംഗമാണ്. പിന്നെയോ കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, ഇവരെല്ലാം അംഗങ്ങളാണ്. രാജ്കുമാരി അമൃത് കൗർ, പിന്നെയോ സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവരെല്ലാം അല്ലെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ആര്? ബീഗം ഐസ്വാസ് റസൂൽ. മറന്നു പോരുത്. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമായിരുന്ന ഏക ദളിത് വനിതയാണ്, മലയാളി കൂടിയാണ്, ദാക്ഷായണി വേലായുധൻ. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചതെന്ന്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് എന്നാണ്. ഓപ്ഷൻ എ 46 നവംബർ 26, 47 നവംബർ 17, 46 നവംബർ 18, 47 നവംബർ 8. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ 46 രണ്ടും ഒഴിവാക്കാം. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി. 47 നവംബർ 17 ആണോ നവംബർ 8 ആണോ? നവംബർ ആണെന്ന് ക്ലിയർ ആയി. 8, 17 ഉത്തരം ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ ബി. 947 നവംബർ 17 ആണ് ഇവിടുത്തെ ശരി ഉത്തരം അല്ലേ? അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് പാർലമെന്ററി സംവിധാനങ്ങളായ രാജ്യസഭ, ലോകസഭ എന്നിവയൊക്കെ രൂപീകൃതമാകുന്നത് വരെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി പ്രവർത്തിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം 947 നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സമിതി നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് അല്ലേ? നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം ഓപ്ഷൻ ബി, HVR അയ്യങ്കാർ. HVR അയ്യങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു. മറന്നു പോകരുത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. എന്നാണ്? 950 ജനുവരി 24. 50 ജനുവരി 24 ഒപ്പുവെച്ചു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, മതേതരത്വം, സോഷ്യലിസം എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെ അല്ലേ? 86-ലെ 86-ാം ഭേദഗതി, 74-ലെ 34-ാം ഭേദഗതി, 88-ലെ 61-ാം ഭേദഗതി, 76-ലെ 42. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ ഒൺലി അമെൻമെന്റ് വിച്ച് അമെൻഡ് ദ പ്രിയാമ്പിൾ, ആമുഖത്തിൽ ഭേദഗതി കൊണ്ടുവന്ന ഒരേ ഒരു ഭേദഗതിയാണ് 976-ലെ എത്രാമത്തെ? 42-ാം ഭേദഗതി. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി, 42-ാം ഭേദഗതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന
വകുപ്പുകൾ ഏതെല്ലാം? ചൂഷണത്തിന്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, സിമ്പിൾ ആണ്, നമുക്കറിയാമല്ലോ. 22, 23, 23, 24, 24, 25, 19, 20. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ ബി അല്ലേ? 23 ആൻഡ് 24 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. അതായത് പാർട്ട് 3 ആണ്. ശരിയാണ്. ബി, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. കഴിയുമോ? കഴിയും. ഓപ്ഷൻ ബി ശരിയാണ്. തെറ്റാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. സി, സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. തെറ്റ്. സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എന്നാൽ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി 978 എത്രാമത്തെ? 44th അമെന്റ്മെന്റ്, 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ തെറ്റ്. ഈ സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ശരി ഉത്തരം. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ സി. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 1, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം. സ്വത്തിനുള്ള അവകാശം. ഏതാണ് ഉൾപ്പെടാത്തത്? നമുക്കറിയാമല്ലോ ഏതാണ്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. അപ്പം 1, 3, 1, 4, 3, 4, 1, 3, 2. അപ്പൊ ഇവിടെ ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. ഏതാണ്? 1 ആൻഡ് പിന്നെ ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം മൗലികാവകാശമല്ലേ? പെടാത്തത് ഏതാണെന്നാണ്. അത് മൗലികാവകാശമാണ്. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലികാവകാശമല്ലേ? ആണ്. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം, ഇത് രണ്ടും മൗലികാവകാശങ്ങളല്ല. അപ്പോ 3 ആൻഡ് 4 ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അവകാശങ്ങളിൽ പെടാത്തതെന്നാണ് ചോദ്യം. 3ഉം 4ഉം പെടുന്നതല്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏത്? ഓപ്ഷൻ എ മൗലികാവകാശം. ഓപ്ഷൻ ബി വിനോദത്തിനുള്ള അവകാശം. സംഘം ചേരാനുള്ള അവകാശം. സ്വത്ത് ആർജിക്കാനുള്ള അവകാശം. ഏതായിരിക്കും? ഓപ്ഷൻ എ മൗലിക അവകാശമാണ്. സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, വിദ്യാഭ്യാസവും സാംസ്കാരികമായ അവകാശം, ഭരണഘടനാ പ്രതിവിധികൾ എന്നിങ്ങനെയാണ് 6 പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ. സമത്വം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 ആൻഡ് 24, മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, അതുപോലെ വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ അവകാശം ആർട്ടിക്കിൾ 29 ആൻഡ് 30, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, പ്രൊവിഷൻ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള പ്രതിവിധികൾ ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. അപ്പൊ നിങ്ങളത് ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ പ്രിയ ഉദ്യോഗാർത്ഥികളെ? അപ്പോൾ നമ്മുടെ ഭരണഘടനാ മാരത്തോണിൽ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളാണ് നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഭാഗത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.